നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയന്റെ മാസപ്പടി കേസിൽ നിർണായക നീക്കം നടത്തിയ ഇഡി തോമസ് ഐസക്കിന്റെ മസാല ബോണ്ടിലും കൂടെ CPM-നെ ഇടം വലം അനങ്ങാതെ പൂട്ടാൻ കരുവന്നൂർ കേസിലും പിടിമുറുക്കി. പിണറായി വിജയനെയും കുടുംബത്തെയും വരിഞ്ഞു മുറുക്കുന്നത് ഒരു വഴിക്ക്, മറ്റൊരു വഴിക്ക് പാർട്ടിക്കും പൂട്ട്. പാർട്ടിയും പിണറായി വിജയനും ചക്രശ്വാസം വലിക്കുന്നു. SFIO വീണയെ ചോദ്യം ചെയ്യാതെ കേസ് ഒതുക്കി വെച്ചപ്പോഴേ പിണറായി വിജയൻ അപകടം മണത്തതാണ്. ഇതിലും വലുതെന്തോ കേന്ദ്രം പ്ലാൻ ചെയ്യുന്നുവെന്ന് അതുതന്നെ സംഭവിച്ചു. SFIO അന്വേഷണം നടക്കെ തന്നെ ED കളത്തിൽ വന്നിരിക്കുന്നു. കേജ്രിവാൾ മോഡൽ പൂട്ട് തന്നെയാണ് പിണറായി സർക്കാരിനു മേലെയും ED പ്രയോഗിക്കുന്നത്. ഇനിയിപ്പോൾ പിണറായി വിജയന് തീഹാർ ജയിലിലിരുന്ന് ഭരിക്കേണ്ടി വരുമോ, പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് കമലാ വിജയനെ ഇരുത്തേണ്ടി വരുമോ എന്നതൊക്കെ രീതിയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. എന്തായാലും കിട്ടിയിരിക്കുന്നത് അടാറ് പണിയാണ്. അടപടലം പ്രതിരോധത്തിലാകും പിണറായി വിജയൻ. മകളെ രക്ഷിക്കണോ അതോ പാർട്ടിയെ രക്ഷിക്കണോ, സ്വയം രക്ഷപ്പെടണോ, എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതി. വീണയെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതിരിക്കാനാണ് പിണറായി ഇക്കണ്ട കളിയെല്ലാം കളിച്ചത്. എന്നിട്ടും രക്ഷയില്ല. വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നീരാളിപ്പിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ED കേസെടുത്തതിന് തൊട്ട് പിന്നാലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ കൂലിക്കിറക്കിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകാതിരിക്കാൻ ചതി പുറത്തെടുക്കുന്നു. ED അന്വേഷണത്തെ ആ വഴിക്ക് കൈകാര്യം ചെയ്യുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നിട്ടും വീണയ്ക്ക് നേരെ അന്വേഷണം വരുന്നതിൽ പിണറായി വിജയൻ ഒരക്ഷരം വാ തുറന്നിട്ടില്ല. ഇപ്പോഴും വിശദീകരണത്തിന് പാർട്ടിയെ ഇറക്കിയിരിക്കുന്നു. എന്നാൽ വീണയെ ഇനി താങ്ങുന്നത് അത്ര നല്ലതിനല്ല എന്ന് ഗോവിന്ദന് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണയുടെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും വീണ വിജയന്റെ മാസപ്പടി കേസിൽ ഒരറ്റത്ത് CPM-ഉം തൂങ്ങും. കാരണം തുടക്കം മുതൽ തന്നെ ഈ ആരോപണം വന്നപ്പോൾ വീണയെ പ്രതിരോധിച്ച് രംഗത്ത് വന്നത് CPM ആണ്. അപ്പോഴൊന്നും ഈ നേതാക്കൾക്ക് ആർക്കും അറിയില്ലായിരുന്നു മാസപ്പടി കേസിന്റെ ആഴം എന്താണെന്നും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അഴിമതി എത്രത്തോളമാണെന്നും. ഇതൊന്നും അറിയാതെയാണ് തൈക്കണ്ടിയിൽ കുടുംബത്തിനു വേണ്ടി നേതാക്കന്മാർ വരി വരിയായി വന്ന് മെഴുകിയത്. എന്നാൽ ഒടുവിൽ പണി കിട്ടി. പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് പല നേതാക്കന്മാരും ഉൾവലിഞ്ഞത്. പിന്നീട് വീണയെ സംരക്ഷിക്കാൻ ഒരു നേതാക്കളും എത്തിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ED കേസ് ഏറ്റെടുക്കുമ്പോൾ CPM-നും അടാറ് പണി ഒരുങ്ങുന്നുണ്ട്. കാരണം വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് മേൽവിലാസം കൊടുത്തിരുന്നത് AKG സെന്ററിൻ്റെതാണ്. അതെന്തുകൊണ്ടാണെന്ന ചോദ്യം ഉറപ്പായും ഉണ്ടാകും. അങ്ങനെ SFIO മാത്രമല്ല, പാർട്ടി ആഫീസിലേക്ക് വേണമെങ്കിൽ ED-യും ചവിട്ടി മെതിച്ചെത്തും എന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ CPM-ന് അത് മുഖത്തേൽക്കുന്ന അടിയാണ്. ഇതുമാത്രമല്ല, വീണയെ ചോദ്യം ചെയ്താലും അത് CPM-ന് കുരുക്കാണ്. പിണറായി വിജയന്റെ മകൾ എന്നതിനപ്പുറം CPM-ന്റെ തലൈവി എന്ന രീതിക്കായിരുന്നു വീണ വിജയനെ പ്രതിരോധിച്ച് നേതാക്കന്മാരെല്ലാം പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പാർട്ടി അംഗം പോലും ആയിരുന്നില്ല വീണ വിജയൻ എന്നത് ഓർക്കണം. ഇപ്പോഴാണ് നേതാക്കന്മാർക്കെല്ലാം അമളി പറ്റിയത്.